അസ്സലാമു അലൈക്കും. പുതുവർഷമായ മുഹറം പിറക്കുന്നു. പിറ കണ്ടതു മുതൽ ചൊല്ലേണ്ടത്. ഒരു വർഷത്തേക്ക് കാവൽ ലഭിക്കുന്നത് ആരും നഷ്ടമാക്കരുത്. മാസത്തിന്റെ തുടക്കത്തിൽ ചൊല്ലേണ്ട ദുആ. അല്ലാഹു അക്ബർ. അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാനി വസ്സലാമതി വൽ ഇസ്ലാമി റബ്ബി വറബ്ബുകല്ലാഹ ഹില്ലാലു റുഷ്ദി വ ഖൈർ. മാസത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ഈ ദുആ അധികരിപ്പിക്കുക. ആമൻതു ബില്ലാഹില്ലദീ ഖലഖക. ശേഷം 3 വട്ടം ഇങ്ങനെ പറയുക. അൽഹംദുലില്ലാഹില്ലദീ ദഹബ ബിശ്ശഹരി ലിഹിജ്ജതി വജാഅ ബിശ്ശഹരിൽ മുഹറം. ശേഷം അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ പറയുക. ശേഷം സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക. ആ മാസക്കാലം അല്ലാഹുവിൻ്റെ സംരക്ഷണം നമ്മൾക്ക് ലഭിക്കും. അല്ലാഹുവേ, മുഹറമിൻ്റെ ആദ്യ രാത്രിയിൽ ഓതൽ സുന്നത്തുള്ള തബാറക സൂറത്ത് ഓതുന്നു എന്ന് നിയ്യത്തിൽ ഓതുക. അപ്പോൾ ആ സുന്നത്തിൻ്റെ കൂലി നമ്മൾക്ക് ലഭിക്കും. നിസ്കാരങ്ങളെല്ലാം ജമാഅത്തായി നിസ്കരിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് മുഹറം ആദ്യം രാവിലെ മഗ്‌രിബ്, ഇശാ, സുബ്ഹി ആ രാവ് മുഴുവൻ ഹയാത്താക്കിയ കൂലി ലഭിക്കും. ഹിജറ വർഷം ആരംഭമായ മുഹറം 1-ന് 113 ബിസ്മി എഴുതി വച്ചാൽ നമ്മൾക്ക് ഒട്ടേറെ ഗുണങ്ങൾ വരാനുണ്ട്. എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? നീളം കൂടിയ വരയില്ലാത്ത വെള്ളക്കടലാസ് എടുക്കുക. വുളൂ ചെയ്യണം. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. നിയ്യത്തോടെ ഇഖ്ലാസോടുകൂടി നമ്മൾ എഴുതാൻ ശ്രമിക്കുക. ഖിബലക്ക് മുന്നിട്ടുകൊണ്ട് നമ്മൾ എഴുതണം. എഴുതുന്നോളോ ആരോടും സംസാരിക്കാനോ ഒന്നും പാടില്ല. കാവലും സംരക്ഷണവും ബർക്കത്തും ഐറും എല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ ഇത് എഴുതുക. നോമ്പുകാരനായി എഴുതൽ വളരെ നല്ലത്. നിർബന്ധമില്ല. ഒറ്റ അക്ഷരമായിട്ടാണ് നമ്മളിത് എഴുതേണ്ടത്. സ്ക്രീനിൽ കാണിച്ച പോലെ തെറ്റുകൂടാതെ ഒറ്റ അക്ഷരങ്ങളായി നമ്മൾ ബിസ്മില്ലാഹി റഹ്മാനുർ റഹീം എന്ന് എഴുതി വയ്ക്കുക. എഴുതി കഴിഞ്ഞതിന് ശേഷം വളരെ ആദരവോടെ അത് കൊണ്ടു നടക്കുകയോ അല്ലെങ്കിൽ സൂക്ഷിച്ച് എവിടെയെങ്കിലും വയ്ക്കുകയോ ചെയ്യുക. സുബ്ഹിയുടെ ശേഷം ളുഹറിന് മുമ്പായിട്ടാണ് എഴുതലാണ് ഏറ്റവും അത്യുത്തമം. മറ്റു സമയവും എഴുതാം, പക്ഷേ ഏറ്റവും നല്ലത് ആ സമയത്തിൽ ചെയ്യുന്നതാണ്. അല്ലാഹു നമുക്കെല്ലാം നല്ല രീതിയിൽ എഴുതി അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും കടങ്ങളും എല്ലാം മാറ്റി നമ്മുടെ കുടുംബത്ത് ബർക്കത്തും റഹ്മത്തും ചൊരിയണേ റഹ്മാനേ. ആമീൻ.